ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് ടീമിന്റെ പുതിയ സിനിമ അതിരടി തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ആവറേജ്, എബവ് ആവറേജ് നിൽക്കുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അനിരുദ്ധനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും കൊള്ളായിരുന്നു. ഒരു കോളേജ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ഒക്കെ ആക്കി പ്രസന്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയായിട്ടാണ് അതിരടി എനിക്ക് തോന്നിയത്. ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമയുടെ ഗ്രാഫ് താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ സിനിമയുടെ ഗ്രാഫ് പൊങ്ങി വരും. ചില സമയത്ത് നല്ല ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു സിനിമയിൽ. പക്ഷേ ചില സമയത്ത് ഇവരെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊരു ഇതായിരുന്നു നമുക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ വർക്കായി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ കുറച്ച് ക്രിഞ്ച്, ചളി എന്ന രീതിയിൽ തന്നെയാണ് പോയത്. ഈ സിനിമയിൽ ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ടൊവിനോ തോമസിന്റെ കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രത്തിന്റെ എഴുത്ത്, റൈറ്റിംഗ് അത്ര ഇംപ്രസീവായിട്ട് വന്നില്ല. ആ ഒരു കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ റീസണൊന്നും അത്ര ഒരു നമുക്ക് പ്രേക്ഷകർക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോവും. അപ്പൊ ആ ഒരു കഥാപാത്രം കുറച്ചും കൂടി ഒന്ന് പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ സിനിമ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ടൊവിനോ തോമസിന്റെ കഥാപാത്രത്തിന്റെ ആ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിന്റെ കഥാപാത്രം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുള്ളിക്ക് കറക്റ്റ് ഒരു ആപ്റ്റ് ആയിട്ട് ഒരു ടൈലർ മെയ്ഡ് റോൾ തന്നെയായിരുന്നു. പുള്ളി അത് ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തത്തിൽ സിനിമ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ വർക്കായില്ല സിനിമ. ജസ്റ്റ് കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ.